1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. നമസ്കാരം. നമുക്കൊപ്പം റവന്യൂ മന്ത്രി ശ്രീ കെ രാജനാണുള്ളത്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം തൻ്റെ മണ്ഡലത്തിലുണ്ടായ വികസനം എന്ന് പറയുമ്പോൾ കിഫ്ബിയെ മാറ്റി നിർത്താൻ കഴിയില്ല. ഒപ്പം തന്നെ റവന്യൂ വകുപ്പിൻ്റെ കീഴിലുള്ള വൻകിട പദ്ധതികൾ അതെങ്ങനെയാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞത്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. സ്വാഗതം. മിനിസ്റ്ററെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷം എന്താണ് വികസനം, ഒരു പരിപ്രേക്ഷ്യം എന്നത് മിനിസ്റ്റർ മുന്നോട്ട് വയ്ക്കുമ്പോൾ മണ്ഡലത്തിലുണ്ടായ വികസനം, ഒട്ടേറെ വൻകിട പദ്ധതികൾ, ഇതൊക്കെ നടപ്പിലായി ആ ഒരു സാഫല്യം ഉണ്ടല്ലോ. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് ഒരു 30 വർഷക്കാലമായി പുത്തൂർക്കാരുടെ സ്വപ്നമാണ്. പുത്തൂർക്കാരുടെ മാത്രമല്ല, തൃശ്ശൂർക്കാരുടെയും കേരളീയരുടെയും. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ പാർക്കായി പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് വരികയായിരുന്നു. ആ പാർക്കിന് വേണ്ടി 30 വർഷക്കാലമായി പല വിധത്തിലുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഗവൺമെൻറ് വരും വരെ മാറി മാറി ചില പരിപാടികളും ചെറിയ ചില ഫണ്ടുകളും വയ്ക്കുന്നതല്ലാതെ 371 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാമ്പത്തിക പിൻബലം ഇവിടെ ഒന്നും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ തീരെയും ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 10 വർഷക്കാലം മുമ്പ് ഞാൻ MLA ആയി അവിടെ വരുമ്പോൾ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ, പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ 2.5 കോടി രൂപയുടെ ഒരു ക്വാർട്ടേഴ്സിൻ്റെ പണി ആരംഭിക്കാൻ അയസ് കിട്ടിയതൊഴിച്ചാൽ ബാക്കിയൊന്നും അവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുളകളും കശുമാവും നിറഞ്ഞ ഒരു സ്ഥലത്ത് ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായിട്ടുള്ള ജോൺകോ ഡിസൈൻ ചെയ്ത ഒരു ഡിസൈൻ അല്ലാതെ മറ്റൊരു നിർമ്മാണ പ്രവർത്തനത്തിലും കടന്നില്ല. തുടർന്ന് ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ 28-ാം തീയതി മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ച പുത്തൂർ സുവോളജിക്കൽ പാർക്ക് 360 ഏക്കർ ഭൂമിയിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കുകളിലൊന്നായി മാറി. സുവോളജിക്കൽ പാർക്ക് കേവലം മൃഗശാലയല്ല, അത് 8-9 വിവിധങ്ങളായിട്ടുള്ള പരിസ്ഥിതി ആവാസ വ്യവസ്ഥകൾ നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത്, അടയ്ക്കപ്പെട്ട കൂടുകളില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ മൃഗങ്ങൾ പ്രകൃതിയിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് മനുഷ്യരെ കാണാൻ അവസരം കൊടുക്കുന്ന ഒരു പ്രകൃതിയുടെ പഠനശാലയാണ് സുവോളജിക്കൽ പാർക്ക്. അതൊരു പ്രദേശത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ മേഖലയിലുണ്ടാക്കിയ മാറ്റം ചെറുതാവില്ല, വരാൻ പോവുകയാണത്. ഒരു വർഷം 30 ലക്ഷത്തോളം പേർ അവിടെ സഞ്ചാരികളായി സന്ദർശകരായി എത്തിച്ചേരും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അത് ആ പ്രദേശത്തിൻ്റെ ചിത്രം തന്നെ മാറ്റും. യഥാർത്ഥത്തിൽ സുവോളജിക്കൽ പാർക്ക് മാത്രമല്ല, അങ്ങോട്ടുള്ള വഴി 15 മീറ്റർ വീതിയിലാക്കി ദീർഘമായൊരു 4 കിലോമീറ്ററോളം ദൂരം അതിമനോഹരമായ റോഡും സുവോളജിക്കൽ പാർക്കിൻ്റെ ഭാഗമായി കിഫ്ബി തന്നെ പണം ചെലവഴിച്ച് അങ്ങോട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി കിഫ്ബി എന്ന ആശയത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തു പകരുന്ന ഒന്നായി പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് നാടിന് തന്നെ അഭിമാനത്തോടെ സമർപ്പിക്കാൻ നമുക്കായി. കിഫ്ബി ധാരാളമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലവും അതിനു മുമ്പും ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ നൽകിയിട്ടുള്ളത് എന്ന് അവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 2350 കോടിയോളം രൂപ 10 വർഷക്കാലത്തിനുള്ളിൽ ആ മണ്ണിലിറങ്ങിയപ്പോൾ അതിൻ്റെ മഹാഭൂരിപക്ഷവും കിഫ്ബി നൽകിയിട്ടുള്ള സംഭാവനയാണ്. നെടുപുഴ പാലം വളരെ ദീർഘകാലമായി 2, 3, 4 ട്രെയിനുകൾക്ക് കടന്നു പോകുമ്പോഴും അടച്ചിടപ്പെട്ട ഒരു റെയിൽവേ ഗേറ്റിൽ നിന്ന് ജനങ്ങൾക്ക് എന്നേക്കുമായി മോചനം. 13.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുത്ത് നെടുപുഴയിൽ അതിമനോഹരമായിട്ടുള്ള ഒരു റെയിൽവേ മേൽപ്പാലത്തിന് ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് കിഫ്ബിയുടെ പിൻബലത്തോടു കൂടിയാണ്. അവിടെ ഒല്ലൂർ എന്ന പ്രദേശം കേരളത്തിലെ 20 സിറ്റി ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നതിൽ, ജംഗ്ഷൻ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ 20 സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒല്ലൂരിൻ്റെ കുപ്പിക്കഴുത്ത് പൊട്ടിക്കാൻ ഇത്ര കാലമായിട്ട് സാധിച്ചിട്ടില്ല. അവിടെ ഭൂമി ഏറ്റെടുക്കാൻ വലിയ പണം വേണം. 55,75 ലക്ഷം രൂപ അവിടെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കിഫ്ബി സമ്മാനിച്ചു. ഞങ്ങളൊരു പ്രത്യേക തഹസിൽദാർ ഓഫീസിനെ അവിടെ നിയമിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗതയിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിച്ച് ഈ 2026 മാർച്ച് മാസത്തിനകം തന്നെ ഭൂമി ഏറ്റെടുക്കുന്ന ഉപഭോക്താക്കൾക്ക് പണം കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കും ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്കും കടക്കുക കിഫ്ബിയുടെ സംഭാവനയാണ്. പീച്ചി വാഴാനി കോറിഡോർ വളരെ ദീർഘമായൊരു സ്ഥലം അതിമനോഹരമായിട്ടുള്ള BMBC റോഡായി ഏതാണ്ട് 2 റീച്ചുകളിലായി 100 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പീച്ചി വാഴാനി കോറിഡോർ എന്ന അതിമനോഹരമായിട്ടുള്ള റോഡിന് അവിടെ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുന്നത്.
തൃശ്ശൂർ ജില്ലയിലെ മലയോര ഹൈവേ ആരംഭിക്കുന്നത് പീച്ചി ജംഗ്ഷനിൽ നിന്നാണ്. പീച്ചി ജംഗ്ഷൻ മുതൽ വെലങ്ങന്നൂർ വരെ ആ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ പൂർത്തീകരിച്ചു. ഏതാണ്ട് എയർപോർട്ട് റോഡിന് സമൃദ്ധമായിട്ടുള്ള വിധത്തിൽ അതിമനോഹരമായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് അത് മാറ്റുകയാണ്. പീച്ചി എന്ന് പറയുന്ന സ്ഥലം നമ്മൾ 5 കോടി രൂപ ചെലവഴിച്ച് പ്ലാൻ ഫണ്ടിൽ നിന്ന് നന്നാക്കിയിരുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രമാകില്ല. പീച്ചിക്ക് ഒരു വിശാലമായിട്ടുള്ള ഡിസൈൻ വേണം. 8 സോണുകളായി അതിൻ്റെ ഡിസൈൻ തയ്യാറാക്കി കിഫ്ബിയുമായി ഡിസ്കസ് ചെയ്തു. 359 കോടി രൂപ അതിന് ചിലവ് വരും. കിഫ്ബിയും അതോടൊപ്പം ചില PPP സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തി കിഫ്ബിയുടെ പിൻബലത്തോടുകൂടി പീച്ചി അതിമനോഹരമായി ഒരുങ്ങാൻ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ ഉൾപ്പെടെ മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അതിഗംഭീരമായിട്ടൊരുങ്ങാൻ 359 കോടി രൂപയിൽ നല്ലൊരു ശതമാനം കിഫ്ബി സംഭാവന ചെയ്യും. അതിൻ്റെ DPR തയ്യാറാക്കാൻ തന്നെ 1 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പാണഞ്ചേരി നടത്തറ പഞ്ചായത്തുകളെ കൂട്ടിയോജിപ്പിക്കുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ള ശ്രീധരി പാലം. ചെറിയ ഒരു 3 അടി വീതിയിൽ 2 ബൈക്കുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന 2 ബൈക്കുകൾ ഒരുമിച്ച് പോയാൽ പാലം ആടിക്കൊണ്ടിരിക്കുന്ന ഒരു അപകടകരമായ പാലം 11.5 മീറ്റർ വീതിയിൽ, അതോടൊപ്പം തന്നെ നടക്കാൻ കഴിയുന്ന സൗകര്യങ്ങളും കൂടി ഒരുക്കി 1 കിലോമീറ്റർ ദൂരം റോഡും അതിൻ്റെ അനുബന്ധമായി ചേർത്ത് 2 പഞ്ചായത്തുകളെ കൂട്ടിയോജിപ്പിക്കുന്ന 10.5 കോടി രൂപയുടെ ശ്രീധരി പാലം ആ കിഫ്ബിയുടെ സംഭാവനയാണ്. അവിടെ മണ്ണുത്തിയിൽ നിന്ന് ഒല്ലൂർ എടക്കുന്നീലേക്ക് പോകുന്ന മനോഹരമായിട്ടുള്ള റോഡ് ഏതാണ്ട് 40 കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ളത് കിഫ്ബിയുടെ സംഭാവനയാണ്. നടത്തറ, പൂച്ചട്ടി, മൂർക്കനിക്കര, വലക്കാവ് വഴി കണ്ണാറയിലേക്ക് 3 പഞ്ചായത്തുകളെ ബന്ധപ്പെടുത്തുന്ന മനോഹരമായിട്ടുള്ള റോഡ് അതിവേഗം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിഫ്ബിയുടെ സംഭാവനയാണ്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ 1 കോടി മുതൽ 22 കോടി രൂപ വരെ ലഭ്യമായിട്ടുള്ള വിദ്യാലയങ്ങളുണ്ട്. വിദ്യാലയങ്ങളുടെ ഒരു നല്ല ശതമാനം പണവും കിഫ്ബി അതിൻ്റെ പ്രോജക്റ്റിലൂടെ സമ്മാനിച്ചതാണ്. ഇതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവിടെ ഒരു ഒല്ലൂരിലെ തകർന്നു കിടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന കോളേജ് പുതിയ ഭൂമി മേടിച്ച് മുളയത്ത് പണിയാനുള്ള പണവും അഡ്വാൻസായിട്ട് നൽകുന്നത് കിഫ്ബിയാണ്. അവിടെ സ്വാഭാവികമായിട്ടും ഉന്നത വിദ്യാഭ്യാസത്തിൽ നെടുപുഴ പോളിടെക്നിക്ക് 35 കോടി രൂപയുടെ കിഫ്ബി പ്രവർത്തനം നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വികസനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയായി പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ റവന്യൂ മന്ത്രിയോടാണ് ചോദ്യം. ഇതിൽ എങ്ങനെയാണ് പലപ്പോഴും പല ഘട്ടങ്ങളിലും അതൊരു വലിയൊരു ചാലഞ്ചായി മാറിയിട്ടുണ്ടോ? ഓരോ ഭൂമിക്കും ഭൂമിയിൽ നിൽക്കുന്ന ചെടിക്കും വിളയ്ക്കും കെട്ടിടത്തിനും ഒക്കെ കോമ്പൻസേഷനാണ്. വാഴയ്ക്കിത്ര, തെങ്ങിനിത്ര, ഓരോ വിളയ്ക്കും ഓരോ ചെടിക്കും ഓരോ ഫലവൃഗത്തിനും ഇത്ര രൂപ എന്ന വിധത്തിൽ സ്വാഭാവികമായിട്ടുള്ള കെട്ടിടത്തിൻ്റെ വില, ഭൂമിയുടെ വില, അതിൻ്റെ 100% സ്വലേഷ്യ, മൾട്ടിപ്പിൾ ഫാക്ടർ, ഇങ്ങനെയൊക്കെ കൂട്ടിയ ഭയങ്കര പണമാണ് അതിന് വരുന്നത്. കേരളത്തിൽ ദേശീയപാത ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ ടാസ്ക് ആയിരുന്നു. റവന്യൂ വകുപ്പിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി തന്നെ നേരിട്ട് വന്നുകൊണ്ട് റവന്യൂ വകുപ്പിനെ ഏറ്റവും വേഗതയിൽ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തതിൽ അഭിനന്ദിച്ചത് തന്നെ ദേശീയപാതയുമായി ബന്ധപ്പെട്ടതാണ്. ആ ദേശീയപാത ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം 6000 കോടി രൂപ കിഫ്ബി സമ്മാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റൊരിടത്തും പൂർവ്വമായി എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല, എന്നാൽ പ്രധാനമായ ഒരിടത്തും ദേശീയപാത ഏറ്റെടുക്കാൻ ചെലവഴിക്കുന്ന സംഖ്യയുടെ 4/1 സംസ്ഥാനം വഹിക്കുക എന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ 25% വഹിച്ചത് കിഫ്ബിയാണ്. ഇങ്ങനെ എല്ലാ നിയോജക മണ്ഡലത്തിലും ഭൂമി ഏറ്റെടുക്കലുണ്ട്. ഇപ്പോൾ കിഫ്ബി വന്നതിന് ശേഷം റവന്യൂ വകുപ്പിൻ്റെ അക്വസിഷൻ ഓഫീസുകളുടെ എണ്ണം നേരത്തെ ഉണ്ടായതിൻ്റെ 2 ഇരട്ടി കൂടി വർദ്ധിച്ചു. കാരണം അത്രയേറെ ആവശ്യങ്ങൾ വരുന്നു, അത്രയേറെ ഓഫീസുകൾ കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നു. ഭൂമി ഏറ്റെടുക്കൽ ഒരു ടാസ്ക്കാണ്, എങ്കിലും അത് കൃത്യമായി നിർവഹിക്കാൻ റവന്യൂ വകുപ്പിനാണ്. ഇനി റവന്യൂ വകുപ്പിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ഇപ്പോൾ റവന്യൂ ടവർ, അതിഗംഭീരമായ ടവറുകൾ വരുന്നു, അതുപോലെ തന്നെ ഈ സ്മാർട്ടാക്കുന്നു, വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ, അങ്ങനെ എന്തൊക്കെയാണ് ഡിജിറ്റലൈസേഷൻ? വലിയ മാറ്റങ്ങളാണ് റവന്യൂ വകുപ്പിൽ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതാണ് റവന്യൂ വകുപ്പിൻ്റെ മുദ്രാവാക്യം. നമ്മുടെ കേരളത്തിലെ 647 വില്ലേജ് ഓഫീസുകൾ പുതിയ കെട്ടിടങ്ങൾ, സ്മാർട്ട് കെട്ടിടങ്ങളായി വന്നു. 402 കെട്ടിടങ്ങൾ നമുക്ക് മെയിൻ്റനൻസിലൂടെയും റീസ്ട്രക്ചറിങ്ങിലൂടെയും സ്മാർട്ട് കെട്ടിടങ്ങളാക്കാൻ പറ്റി. 289 കെട്ടിടങ്ങൾ ഓൺഗോയിങ് ആണ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്.
ആകെ 1666 വില്ലേജിന് 1542 ഓഫീസാണുള്ളത്. ആ 1542 ഓഫീസിൽ ഏതാണ്ട് 1300-ലധികം ഓഫീസുകൾ ഒന്നുകിൽ പൂർത്തീകരിക്കപ്പെട്ടതോ ഇനി വർക്ക് നടക്കുന്നതോ ഉണ്ട്. ഇതിൻ്റെ എല്ലാം പിൻബലം യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനോടൊപ്പം കിഫ്ബിയുടെ കരുത്താണ്. താലൂക്ക് ഓഫീസുകളുടെയും കളക്ടറേറ്റുകളുടെയും ഒക്കെ സ്വഭാവത്തിൽ വലിയ ആകാര വടിവിലാകെ മാറ്റം ഉണ്ടാവുകയാണ്. വില്ലേജ് ഓഫീസുകൾ തന്നെ മാറുന്നതോടെ റവന്യൂവിൻ്റെ പകുതി പ്രശ്നങ്ങൾ തീരുന്നു. ഇതോടൊപ്പം തന്നെ എല്ലാ സംവിധാനങ്ങളും സ്മാർട്ടാവുകയാണ്. ഇപ്പോൾ വരുന്ന ദിവസം നമ്മുടെ ഡിജിറ്റൽ റവന്യൂ കാർഡ് തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് മിനിസ്റ്റർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.